ചിക്കൻ ബിരിയാണി വേറൊരു രൂപത്തിൽ വയ്ക്കുന്നതാണ്. അതിൽ ചേർക്കാനായി ഉള്ളി ഫ്രൈ ആക്കി, മുന്തിരി, അണ്ടിപ്പരിപ്പ്, ഇനി ഇത് സവാള, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയത്, അതാണ് ആയിട്ട് പച്ചമുളക്, ഇത്രയുമാണ് ഇളക്കുന്നത്. അതിലേക്ക് തക്കാളിക്ക് ഇടുകയാണ്. തക്കാളി ഇട്ടാലും മതി, ടൊമാറ്റോയുടെ പേസ്റ്റ് ചേർത്താലും മതി. നമുക്ക് ബിരിയാണി പല രൂപത്തിൽ വയ്ക്കാമല്ലോ. മിനിഞ്ഞാന്ന് ഞാൻ വേറൊരു രീതിക്കാണ് വെച്ച് കാണിച്ചത്. ഇതൊരു നല്ല വെറൈറ്റി രീതിക്കുള്ള ഇതാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനൊക്കെ. നമ്മുടെ ദം ബിരിയാണി ആ ഒരു ഇതിൽ വയ്ക്കുന്നതാണിത്. അതൊന്ന് അടച്ചിടുകയാണ്. അത് തുറന്ന് ഉള്ളി എല്ലാം വഴന്നു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ചിക്കൻ ഇടുകയാണ്. കുരുമുളക് ചേർത്താം. അപ്പം ചിക്കൻ അതിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാന കണ്ടൻറ്റ് എരിക്ക് ചേർക്കുന്നത് പച്ചമുളകും കുരുമുളകുമാണ്. കുരുമുളകാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉള്ള ഇത്. ഇത് അരി ഒന്ന് വേവിക്കാനായിട്ട് വെള്ളം അടുപ്പിലേക്ക് വെച്ചേക്കുകയാണ്. വെള്ളം തിളപ്പിച്ചിട്ട് വേണം നമുക്ക് അരി വേവിച്ചെടുക്കാനായിട്ട്. ആ ചിക്കൻ കാലൊന്ന് ഇതാക്കി ഇട്ടുകൂടായിരുന്നു. മഞ്ഞപ്പൊടി ആഡ് ചെയ്തല്ലേ. മഞ്ഞപ്പൊടി, കുരുമുളക് ഇത്തിരി തോനെയിട്ട്, ഗരം മസാലപ്പൊടി ഇട്ട് നല്ലതുപോലെ എല്ലാത്തിലും നല്ലതുപോലെ ഇളക്കി ചേർക്കണം. ഇനി ചേർക്കുന്ന തൈര്. അപ്പോൾ ഇതിലെരിക്ക് പ്രധാനമായും ചേർത്തേക്കുന്നത് 4 പച്ചമുളക് അരച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക്, ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള ഒന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പം ഇതാണ് ഇതിന് ആവശ്യമായ സാധനങ്ങൾ ചേർക്കുന്നത്. പിന്നെ മസാലപ്പൊടി, പിന്നെ മറ്റുള്ള ഇതെല്ലാം ഞാൻ എരിയുടെ സാധനങ്ങളെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ തൈര് ചേർത്തു, പാകത്തിന് ഉപ്പ്, തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. ചിക്കൻ കണ്ടോ, അതിങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നു. അരി അടുപ്പിടാനായിട്ട് വെള്ളം വെച്ച് അതിലേക്ക് പട്ടയും മറ്റുള്ള ഇതെല്ലാം ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ അതിലേക്ക് ഇടുകയാണ്. ഇത് കണ്ടോ,
തീ കുറച്ച് വെച്ചാൽ മതി, ഇറച്ചി വെന്തെന്ന് തോന്നുന്നല്ലേ. അപ്പോൾ ഞാൻ ചോറ് വേവിച്ചൂറ്റി അതിലേക്ക് കോരിയിടുകയാണ്. കണ്ടോ, നമ്മൾ വേവിച്ച ചിക്കനിലേക്ക് ചോറ് അതിലേക്ക് കോരിയിടുകയാണ്. ഇത് സൂപ്പറാണ് കേട്ടോ. നമുക്ക് മറ്റേ ബിരിയാണി കഴിക്കുന്നതിൽ നിന്നും മറ്റേ നമ്മൾ പൊടിയും എല്ലാം ചേർത്ത് ചിക്കൻ വെച്ചല്ലേ എടുക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണിത്. ഇത് മോളാണ് ഇതിൻ്റെ സ്പെഷ്യൽ ഗുരു. ഇത് ഞാനങ്ങനെ ഇതാക്കുന്നതല്ല, ഇത് ചോറ് ഞാൻ വേവിച്ചതേ ഉള്ളൂ. മോളാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ, അവളാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ ഇനി അതെടുത്ത് ഞാനങ്ങ് തട്ടിയിടട്ടെ. അപ്പം നിറച്ചുണ്ട് കേട്ടോ. എൻ്റെ മണ്ടയിലേക്ക് ഞാനിപ്പം കുറച്ച് നെയ്യ് ഒഴിച്ചു. ഇതിൽ വെച്ചാൽ മതിയായിരുന്നു. പിന്നെ നമുക്കിത് മുകളിലേക്ക് ആക്കി ഓഫ് ചെയ്യുക. അപ്പം നമ്മുടെ പുതിയ രീതിക്കുള്ള ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. സൂപ്പറാണ് കേട്ടോ, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ഇതിന് പ്രധാനമായിട്ടും ചേരുന്നത് കുരുമുളക് പൊടി, മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളിക്ക, അങ്ങനെയൊക്കെയുള്ള ഇതും. അല്ലാതെ നമ്മുടെ മറ്റ് ചിക്കൻ കറിയോ ചിക്കൻ വേവിച്ചോ അങ്ങനെ ഒന്നുമല്ല, അല്ലാതുള്ള കുരുമുളകിൽ വേവിച്ച് അങ്ങനെയുള്ള രീതിക്ക് വയ്ക്കുന്ന ഒരു ഇതാണ് നമ്മുടെ ദം ബിരിയാണി. ഇനി അങ്ങനെ അത് ഇങ്ങനെ ഇതിൽ കിടന്ന് കുറച്ച് നേരം റെഡിയായി വരട്ടെ. എന്നിട്ട് നമുക്ക് അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് വിയർത്തൊഴുകുന്നു കുന്ന് ദം ബിരിയാണിയുടെ വീഡിയോ. ഇത് ഓരോ വെറൈറ്റി വീഡിയോകളാണല്ലോ, ദമ്മിൻ്റെ വേറൊരു ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ ഒരു കാരണവശാലും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ. എൻ്റെ ആദിക്കുട്ടൻ്റെയും കുട്ടൂസുമോൻ്റെയും കൂടെ ഇത്തിരി കളികളും ചിരികളും കൂടിയൊക്കെ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതും കൂടി കാണാൻ നിങ്ങൾ മറക്കല്ലേ. ഇത് രണ്ട് വീരപ്പന്മാർ പോകുന്നുണ്ടോ, അത് ആദി, ഇത് കുട്ടൂസ്. ആദിമോനെ അങ്ങ് പോവല്ലേ. ഇതാണ് നമ്മുടെ ആദിക്കുട്ടൻ. ഇതാണ് നമ്മുടെ ആദി. ഇതാണ് മോൻ്റെ കൊച്ച്. ആദി, ഒരു ചാറ്റ പറഞ്ഞോ നോക്കളെ. ഇങ്ങോട്ട് നോക്കിയൊരു ചാറ്റ പറഞ്ഞേക്കളെ. ഇനി നോക്കിയേ, അമ്മാമ്മ നോക്കിയേ, അമ്മാമ്മ നോക്ക്. കുട്ടൂസ് എപ്പോഴും പറയും, ആദ്യമോൻ പറയേ, അമ്മാവൻ പിടിച്ചോളാം സൈക്കിള്. ഇനി നോക്കിയേ ഇങ്ങോട്ട് അമ്മാമ്മ ഇങ്ങോട്ട് നോക്കിയൊരു ചാറ്റ പറഞ്ഞേക്കളെ. കണ്ട, അവൻ പറയത്തില്ലെന്ന് കേട്ടോ. അയ്യ, കണ്ട, അവൻ പറഞ്ഞാട്ടോ അവൻ പറയത്തില്ലെന്ന്. ഇത് ആദിച്ചട്ടമ്പിയാണ് കേട്ടോ, ഇത് ആദിച്ചട്ടമ്പി. കണ്ട, കാണട്ടെ. എടാ ഒരു ചാറ്റ പറയടാ. എടാ ആദിക്കുട്ട, ഒരു ചാറ്റ പറഞ്ഞേ. മോൻ പഠിക്കുന്ന സ്കൂളിൻ്റെ പേര് പറഞ്ഞേ. ടാറ്റ. അതാ കുട്ടൂസ് ടാറ്റ പറഞ്ഞിട്ട് പോകുന്നു.
ഇനി തിരിച്ചു വരുമ്പോൾ രണ്ടുപേരും പഠിക്കുന്ന സ്കൂളിൻ്റെ പേര് പറയണം കേട്ടാ. അങ്ങ് പോയേക്കാണ് രണ്ടുപേരും കൂടെ. കൊച്ചും ഡേടേ ആ വാഴ പോവല്ലേ. ആദ്യമോനാണ് മുമ്പേ വരുന്നത്. ഗുഡ് ബോയ് ആണ്. എൻ്റെ മോൻ ഇപ്പോൾ സ്കൂളിൻ്റെ പേര് പറയും ഉറച്ച്. മതി മതി എൻ്റെ മക്കൾ പറഞ്ഞിട്ട് പോ. അവിടെ കുട്ടൂസ് ഇപ്പോൾ പറയും. പയ്യെ പോകളെ. ചുണ്ട പബ്ലിക് സ്കൂളാണ്. സ്കൂളിൻ്റെ പേര് ആ. ഇനി ആദ്യം പോയി. ഇനി അതോ ചെയിൻ പോയി സൈക്കിളിൻ്റെ. ഇത് ആദിക്കുട്ടൻ. ഇനി 1ാം ക്ലാസ്സിലാണ്. ഇപ്പം UKG കഴിഞ്ഞ് 1ാം ക്ലാസ്സിലാണ് ഇനി ആദിക്കുട്ടൻ. ഇത് കുട്ടൂസുമായി എപ്പോഴും പേര് മാറിപ്പോവും. ഇത് മോളെ പുത്രനും ഇതുപോലെ അത് മോൻ്റെ പുത്രനും. ഇനി അവൻ UKGയിലാവുന്നു. ദാദാ എൻ്റെ ആദിക്കുട്ടൻ എന്താ വരുന്നത്. നിർത്ത് മക്കളെ സ്കൂളിൻ്റെ പേര് പറഞ്ഞേ. മക്കളെ സ്കൂളിൻ്റെ പേര് പറഞ്ഞേ. മോൻ്റെ ഇവിടെ എന്തോ മോനെ. അതിപ്പോൾ മോൻ പറയും. നില്ല കുട്ടൂസ് നില്ലേ. അതിപ്പോൾ വരും. മക്കളെ വീഴല്ലേ. കണ്ടോ കോവ നമ്മളിങ്ങോട്ട് പടത്തി വിട്ടു. കണ്ടോ കോവ ഇഷ്ടം പോലെ കായ്ക്കുന്ന കോവയാണ് കേട്ടോ. ഇഷ്ടം പോലെ കോവയ്ക്ക പിടിക്കുന്നതാണ്. നല്ല വെയിലും ഉണ്ട്. നമ്മളതനുസരിച്ച് പടത്തിയും കൂടെ വിടണമെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കോവയ്ക്ക പിടിക്കും. വെയിലും കൂടെ ഉണ്ട്. പുളിഞ്ചിക്ക ഇഷ്ടം പോലെ പിടിച്ചായിരുന്നു. കണ്ടോ കോവ ഇങ്ങനെ വള്ളി കെട്ടി പടത്തിയേക്കാണ്. കണ്ടോ ഇനി ഇഷ്ടം പോലെ അങ്ങ് പിടിച്ചോളും. ഇപ്പോൾ തന്നെ കണ്ടോ മുട്ടൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ കോവയ്ക്കയും കിട്ടും. ഞാൻ ആദ്യക്കുട്ടൻ പറഞ്ഞിട്ട് പോ. മമ്മ കേട്ടില്ല. എൻ്റെ ആദ്യമോൻ്റെ സ്കൂളിൻ്റെ പേരെന്തിയേ. ആദ്യമോനെ മക്കളെ ആദ്യക്കുട്ടാ അച്ചാമ്മയ്ക്ക് ഒന്ന് പേര് പറഞ്ഞേ. ഇവരൊക്കെ ഒന്ന് പറഞ്ഞുകൂടി. ഇവർ ചോദിക്കുന്നത് താണ്ട മോൻ്റെ പേരെന്താ. എൻ്റെ മോൻ ഗുഡ് ബോയ്യാ. എൻ്റെ ആദിക്കുട്ടൻ. സ്കൂളിൻ്റെ പേരെന്തോ മക്കളെ. എൻ്റെ ആദിക്കുട്ടൻ്റെ പേര് ലക്ഷ് വിവേക് എന്നാണ്. പേരെന്ത് മോനെ. സ്കൂളിൻ്റെ പേരെന്തോ. സ്കൂളിൻ്റെ കുട്ടൂസ് പറഞ്ഞ് ആദ്യം മോൻ്റെ സ്കൂളിൻ്റെ പേര് പറയേ. എന്തോ മോനെ. അടൂരാണോ. റാന്നി അല്ലേ. അടൂര്. സ്കൂളിൻ്റെ പേരെന്താണ്. നാഷണൽ സെൻട്രൽ സ്കൂൾ. ആദ്യം പഠിക്കുന്ന സ്കൂള്. അയ്യോ അങ്ങനെയൊക്കെയാണോ വിളിക്കുന്നത്. അയ്യോ അതൊക്കെ ഇത് കേട്ട്. നിൻ്റെ അച്ഛൻ സിസ് റൂട്ട് ചെയ്യുന്നുണ്ടോ. ചെയ്യുന്നുണ്ടോ. അയ്യോ വാഴ ചാഞ്ഞ്. അതവർ സൈക്കിൾ കൊണ്ട് കയറിയതാണ്. അതാ ആ വാഴയുടെ അടുത്തോട്ട് പോകരുത്.
നമ്മളെ കിണറ്റിലെ വെള്ളത്തിൻ്റെ സ്ഥിതി ഒന്ന് നോക്കട്ടെ. എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉണക്കാണ്. ഉണക്കെന്ന് പറഞ്ഞാൽ പോലെ ഇപ്പോൾ ഇടയ്ക്ക് 2 മഴ പെയ്തു. എന്നാലും വെള്ളമുണ്ട്. ഇതാണ് 3 വർഷമാകുമ്പോൾ കായ്ക്കുമെന്ന് പറഞ്ഞ പ്ലാവ്. കണ്ടോ നമ്മൾ വായനശാലയിൽ ഉത്സവത്തിന് കഴിഞ്ഞ വർഷം മേടിച്ച് വെച്ചതാണ്. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞ് 1.5 വർഷമാവും. ചീമപ്പുളിയിൽ എല്ലാ വർഷവും ചീമപ്പുളിയല്ല ഇതിൽ ചീമനെല്ലിക്കയിൽ എല്ലാ വർഷവും പിടിക്കും. മൂട്ടി വീഴും പോവും. ഇല്ല ഉള്ളപ്പം മാറ്റില്ലെന്ന് പറഞ്ഞ കണക്ക് ഇല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി കൊണ്ടുവരും. ആ സൈക്കിൾ മറിച്ചിട്ടിട്ട് പോയി. ആദ്യം സൈക്കിൾ മറിച്ചിട്ടിട്ട് പോയാ. ചീര മണ്ടയെല്ലാം വെട്ടിവിട്ടതാണ്. ഇപ്പോൾ പൊടിച്ച് വീണ്ടും കയറി. നല്ല ഗുണമുള്ള ചീരയാണിത്. തെങ്ങുകളെല്ലാം തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില അയ്യോ. ഒരു വെയിൽ. തുണിയൊക്കെ കഴുകി ഇവിടെ കൊണ്ടുവന്ന് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ചാച്ചെന്തോ പോണു. ഇവിടെ പോണമെന്തോ. റംബൂട്ടാൻ പൂത്തിട്ടുണ്ട്. റംബൂട്ടാൻ ഞാനിവിടെ ഇല്ലായിരുന്നു. പെയിൻ്റ് എടുപ്പാറ് വന്ന് നിന്നപ്പം ഇങ്ങോട്ട് ചാഞ്ഞിടുന്ന കമ്പെല്ലാം വെട്ടിക്കളഞ്ഞ്. നമുക്കവിടെ ഒരു തണലിന് വേണ്ടി ഇങ്ങോട്ടാക്കി കെട്ടി നിർത്തിയിരുന്നതാണ്. റംബൂട്ടാനും മുരിങ്ങേര മണ്ടയെല്ലാം വെട്ടിക്കളഞ്ഞേക്കുന്നു. എന്തിനു വെട്ടിക്കളഞ്ഞാൽ എന്തോ. കണ്ടോ ഒരെണ്ണം പൂത്തിരിക്കുന്ന കള്ളപ്പൂവാണ് അത്. ഇല്ല, റംബൂട്ടാനാണ് കാച്ച് ഇതാവുന്നത്. അതുപോലെ തന്നെ ഈ മുരിങ്ങേര മണ്ട പൂത്ത് കായ്ക്കാനായിട്ടുള്ള ഇതിൽ നിന്നതാണ്. എൻ്റെ മണ്ട വെച്ച് വെട്ടിക്കളഞ്ഞേക്കുന്നത്. എന്തരാണ് എന്തോ കാണിച്ചിട്ട് പോയേക്കുന്നത്. ഈ റംബൂട്ടാൻ്റെയും കമ്പ് അത്രയും കോതിക്കളഞ്ഞ് എന്നാൽ അങ്ങോട്ടങ്ങ് മാറ്റി ആ കെട്ടങ്ങ് വിട്ട് കളഞ്ഞാൽ മതിയായിരുന്നു. ഉണ്ടായാലും പൂത്തിരിക്കുന്നുണ്ട. നമ്മൾ പണ്ടൊരു റംബൂട്ടാൻ തിന്നാൻ ചാണപ്പാറ പല വീടുകളിലും ഉണ്ട്. പക്ഷേ ഒരു റംബൂട്ടാൻ തിന്നാൻ വേണ്ടി നമ്മൾ എന്ത് കൊതിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ ഉള്ളപ്പോഴത്തേക്ക് നമ്മളെല്ലാവർക്കും കൊടുക്കും. പക്ഷേ എല്ലാവർക്കും ആ മനസ്സ് കാണൂല. ഇത് മരുമോളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് നമ്മൾ നട്ടതും നമ്മൾ ആദ്യം തിന്നു തുടങ്ങിയതും അവിടെ നിന്ന് കൊണ്ടുവന്ന് തന്നെ ഉണ്ട്. അവിടെ നിന്ന് മരുമോളെ സഹോദരൻ കൊണ്ടുവന്ന് അതിൻ്റെ അരിയിട്ടാണ് ആദ്യമായിട്ടൊരു റംബൂട്ടാൻ പൊടിച്ചത്. കറ്റാഴപ്പുള രണ്ടിലും പൂത്ത് നിൽപ്പുണ്ട്. ചൂട് സമയം. കുട്ടൂസുമ്മൻ്റെ സൈക്കിള്. എന്താണ് അവിടെ പണി? അച്ചാച്ചൻ്റെ റൂമിലാ? കാപ്പി കുടിക്കുന്നില്ലേ? കറി എന്തിടി? താമസിക്കാതെ പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞിട്ട് ഇപ്പം കാപ്പി
ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പും കടലക്കറി. സൂപ്പർ. കുട്ടൂസ് ആഹാരം കഴിക്കുന്നതിൻ്റെത് ആദ്യ ആഹാരം കഴിക്കുന്നതിൻ്റെത് എൻ്റെ ആദ്യമോൻ മൊബൈൽ കാണുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ. കണ്ടോ ആദ്യമോൻ ഒരു പാട്ട് പാടിയടാ. ഇതാണ് എൻ്റെ മോൻ്റെ പുത്രൻ ലക്ഷ് വിവേക്. എന്തൊരു സ്നേഹമാണെന്നറിയാമോ എൻ്റെ അമ്മ. ഇപ്പോൾ ഓടി വന്ന അമ്മാമ്മയ്ക്കൊരു ഉമ്മാരും. എൻ്റെ മോൻ ഇപ്പോൾ ഓടി വന്ന അമ്മാമ്മയ്ക്കൊരു ഉമ്മാരും. ഓടി മക്കളെ, ഓടി വന്നേ. ഇപ്പോൾ നോക്കിയതാ, കണ്ടോ എൻ്റെ അമ്മ ഓടി വന്ന അമ്മാമ്മയ്ക്ക് ഉമ്മ എന്നാ. കണ്ടോ, ഇതാണ് എൻ്റെ മോൻ. ഇനിയിപ്പോൾ എൻ്റെ മോൻ UKG-യിലാവും. കൊച്ചു ഗെയിം കാണേ. അവിടെ ഇപ്പം മോൻ്റെ മാർക്ക് വന്ന്, മോൻ്റെ പരീക്ഷ കഴിഞ്ഞ് മോന് ഇന്നലെ മാർക്ക് വന്ന്, മോന് ഫുൾ മാർക്കുണ്ട്. നല്ല സ്കൂളാണ് മോൻ പഠിക്കുന്നത്, ഇൻ്റർനാഷണൽ സ്കൂളാണ്, നല്ല സ്കൂള്. മോന് ഫുൾ മാർക്കുണ്ട്. ഇല്ല മോനെ, മിടുക്കനാണ്, ഗുഡ് ബോയ് ആണ്. Hello. Abang dah chicken fry kau.